ഇതാണ് അനിയൻ സാറിന്റെ വീട്. താൻ ഇറങ്ങി വാ. എന്തു പറ്റി? അയ്യോ, എൻ്റെ ഒരു സാധനം നോക്കിയിട്ട് കാണുന്നില്ല. നവീൻ നടന്നോ, ഞാനിപ്പോ വരാട്ടോ. ഹലോ നവീൻ, ഒരു കാര്യം ചെയ്യാം, ഞാനേ ആ ലോട്ടറി കടയിൽ നിന്ന് പോയി ചോദിച്ചിട്ട് വരാം. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. എടോ, ഈ ലോട്ടറി കടക്കാരൊക്കെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ അറിയുന്നവരാ. താൻ നോക്കിയോ, കൃത്യമായിട്ട് അയാൾ വഴി പറഞ്ഞു തരും. അത് ഗോപാല മാമ, മാമ എന്താ? അയ്യോ, എക്സ്ക്യൂസ് മീ, ഈ ശ്രീനിവാസൻ സാറിന്റെ വീട് എവിടെ? ഓ, ഐ എം സോറി, ഈ നാട്ടില് അനിയൻ സാറിനെ വിളിക്കുന്നത്. ശ്രീനിവാസൻ സാർ ഇപ്പൊ വീട്ടിലുണ്ടാവില്ല. അത് സാരമില്ല, വീട്ടിലേക്കുള്ള വഴി പറഞ്ഞാൽ മതി. എന്താ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം, ഇവിടുന്ന് നേരെ പോയാ മതി. മൂന്നാമത്തെ വളവ് തിരിയുന്നിടത്തുനിന്ന് ഇടത്തോട്ട് പോണം. ആ കൃഷ്ണമോളെ, ഇതെന്താ കുറച്ചു ദിവസമായിട്ട് കാണാത്തത്? അതെ, ആ നിൽക്കുന്ന സാറല്ലേ, ആ സാറിനെ ഞങ്ങളുടെ പുരയിടം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാം. ഓ, ആ നടക്കട്ടെ. അവിടെ ചെന്ന് ആരോടെങ്കിലും ചോദിച്ചാ അവര് പറഞ്ഞു തരും. ശരി, ആയിക്കോട്ടെ. അല്ല, നിങ്ങളെ ഞാൻ എവിടെ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങളുടെ മുഖം ഒന്ന് ശരിക്കാണ്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല സാറേ. മനുഷ്യന് സുഖമില്ലാതിരിക്കുമ്പോഴാണോ മുഖം കാണിക്കലും ചടങ്ങുകളൊക്കെ? സാറ് പോവാൻ നോക്ക്. ശരി ശരി, ആയിക്കോട്ടെ. എന്റെ ഭാഗ്യ നമ്പറാണെന്ന് പറഞ്ഞ കൃഷ്ണമോളൊരു നമ്പർ പറയാറില്ലേ? അത് ഇന്നലെ എനിക്ക് അടിച്ചു കേട്ടോ. കൃഷ്ണമോൾ ലോട്ടറി കച്ചവടം നിർത്തിപ്പോയതേ നഷ്ടമായിപ്പോയി കേട്ടോ. എന്നാലും നമ്മുടെ ഗോപാലൻ ചേട്ടന്റെ കടയിൽ വരാനുണ്ടല്ലോ, അത് തന്നെ ഒരു ഭാഗ്യം. ശരി, ചേട്ടൻ നടന്നോളൂ. ശരി മോളെ. ഇവിടെയുള്ള ആളാണെന്ന് തോന്നുന്നു. നമ്മള് പുറത്തുനിന്ന് വന്നവരെ അവർക്ക് മനസ്സിലാവല്ലോ. എന്തിനാ വന്നേന്ന് ചോദിക്കായിരുന്നു. എന്നാ നമുക്ക് പോവാം. വണ്ടി കയറ്. കേറി ചെന്നോ, ഒരു കുഴപ്പമില്ല, പൊക്കോ. ആ ലോട്ടറിക്കാരനില്ലേ, അയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് ജലദോഷം മറ്റോ വന്നിട്ട് മുണ്ടുകൊണ്ട് മുഖം മറച്ചു വെച്ചിരിക്കുക. അതൊന്നും എടുക്കാൻ പറഞ്ഞിട്ട് അയാൾ കേട്ടതുമില്ല. നവീൻ ഈ നാട്ടിൽ ഇതിനു മുന്നേ വന്നിട്ടുള്ളതല്ലേ, അപ്പൊ കണ്ടതായിരിക്കും. നവീൻ, എനിക്ക് ശരീരത്തിന് അത്ര നല്ല സുഖം തോന്നുന്നില്ല. നമുക്ക് തിരിച്ചു പോവാം. അത് പറ്റില്ല, സാറിൻ്റെ അടുത്ത് എന്തായാലും പോയേ പറ്റൂ. സുഖമില്ലെങ്കിൽ നമുക്ക് മരുന്ന് വാങ്ങാടോ. ഇതാ അവിടെ തന്നെ ഒരു കടയുണ്ട്, താനോട് ഇരിക്കേ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. പനിയൊന്നുമില്ല, ബോഡി പെയിനാന്ന് പറഞ്ഞ് വാങ്ങാം, അതാ നല്ലത്. നവീൻ, അതൊന്നും വേണ്ട. ഓക്കെ, എങ്കിൽ പിന്നെ അനിയൻ സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും നാടൻ പ്രയോഗം ഉണ്ടോ എന്ന് ചോദിക്കാം.
അമ്മ എന്താ ഫോൺ എടുക്കാത്ത? ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ? ഇവളുടെ കോൾ എടുക്കാനേ എനിക്ക് സൗകര്യമില്ല. ഒരാപത്ത് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച. അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇതാണ് അനിയൻ സാറിന്റെ വീട്. താൻ ഇറങ്ങി വാ. എന്തു പറ്റി? അയ്യോ, എൻ്റെ ഒരു സാധനം നോക്കിയിട്ട് കാണുന്നില്ല. നവീൻ നടന്നോ, ഞാനിപ്പോ വരാട്ടോ. ഹലോ നവീൻ. ഹലോ സാർ. ആ? ഹായ് സാർ. അല്ല, വൈഫും കൂടെ ഉണ്ടാവുന്നു പറഞ്ഞിട്ട് അല്ല ആളെ കണ്ടില്ല. കാറിലുണ്ട് സാർ, ഇപ്പൊ വരും. ആ അല്ല, ഞാൻ മോളോട് പറഞ്ഞപ്പോഴേ അവള് നല്ല ത്രില്ലിരിക്കുക. ആഹാ, ഞാനൊരു സസ്പെൻസിലാ വൈഫിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഒരേ കാര്യത്തിന് കാര്യമായ അറിവുള്ളവരല്ലേ രണ്ടുപേരും. രണ്ടുപേരും തമ്മിലൊരു ഈഗോ പാടില്ലല്ലോ. ശ്രദ്ധിക്കണ്ടേ സാർ? പിന്നെ വേണം വേണം. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഈഗോയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ. അല്ലേ, അനുഭവസ്ഥനാണ്. ബാബാ. ഞാൻ ആകെ പെട്ടിരിക്കാം മോളിക്കുട്ടി. ഇന്നെല്ലാം അവസാനിക്കുന്ന തോന്നുന്നു. ഞാനിതൊന്ന് പറയാൻ അമ്മയുടെ ഫോണിലും ഗാദിയുടെ ഫോണിലും വിളിച്ചു. ആരെങ്കിലും എടുത്താലല്ലേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ഒന്ന് അങ്ങോട്ട് ചെന്നേ. നമുക്ക് നോക്കാം.